ഒരാഴ്ച കൊണ്ട് ഏകദേശം 10%-ലധികമാണ് നമ്മളുടെ നിഫ്റ്റി സ്മോൾ ക്യാപ് 100-ൽ വന്നിട്ടുള്ളത്. അതായത് വളരെ വലിയൊരു സെല്ലിംഗ് ആണ്, വളരെ വലിയൊരു സെല്ലിംഗ് പ്രഷർ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ പിന്നിലെ റീസൺസും അതേപോലെ തന്നെ ഇതിൻ്റെ മുൻപോട്ടുള്ള നമ്മളുടെ വ്യൂ ഒക്കെ ഷെയർ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ 2-3 മാസങ്ങൾക്ക് മുൻപും ഒരു മാർക്കറ്റ് ക്രാഷിനുള്ള സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരുമോ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെല്ലിങ് വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ മാർക്കറ്റിന്റെ വാല്യുവേഷൻ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ടൈം കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് നിരവധി നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് തന്നെ ഈ ഒരു ടൈം കറക്ഷനിലൂടെയാണ്. ഒരിക്കലും വലിയൊരു മാർക്കറ്റ് ക്രാഷ് വന്നു എന്ന് ഞാൻ പറയില്ല, സ്റ്റിൽ ഒരു ടൈം കറക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈം കറക്ഷൻ വരുമ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിന്റെ വാല്യൂ അങ്ങനെ തന്നെ ഡ്രോപ്പ് ആവും. ചിലപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് അവിടെ തന്നെ ആയിരിക്കും നിലനിൽക്കുന്നത്. സോ ഇത് നിങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ട്രംപ് 2.0 എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ നമ്മൾ ട്രംപ് വന്നു കഴിഞ്ഞിട്ടുള്ള ഇല്ലെങ്കിൽ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ ഇട്ട് 6 ദിവസം ആയതേ ഉള്ളൂ. അതിനുശേഷം ഇന്നേക്ക് 6 ദിവസം കൊണ്ട് തന്നെ വേറെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് മോദി ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ആ ഒരു കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം വരുമെന്നും അത് വന്നു കഴിയുന്നതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റിവേഴ്സലൊക്കെ നമ്മൾ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് കണ്ടില്ല എന്ന് മാത്രമല്ല, ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിനെ ആകുലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് വരികയും ചെയ്തു. 2030 ഏകദേശം 500 ബില്യൺ $US ഒരു ട്രേഡ് ടാർഗറ്റ് ഒക്കെ രണ്ട് രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യുകയും 2 രാജ്യങ്ങളും താരിഫിന്റെ മേൽ നികുതി ഏർപ്പെടുത്തണം, താരിഫിന്റെ മേൽ നികുതിയുടെ മേൽ ഇളവ് ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള പോസിറ്റീവ് ന്യൂസസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇതിന്റെ ഇടയിൽ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളുടെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയുടെ മുകളിൽ ഇല്ലെങ്കിൽ അമേരിക്കയുമായി ട്രേഡിംഗ് നടത്തുന്നതിൽ ഏതൊക്കെ രാജ്യങ്ങളാണോ അമേരിക്കയുടെ മുകളിൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അതേ താരിഫ് തന്നെ അവരുടെ പ്രൊഡക്റ്റിന് അമേരിക്കയും ഏർപ്പെടുത്തുന്ന ഒരു രീതി. നോ ലെസ് ഇല്ലെങ്കിൽ നോ മോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നോർമലി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് നടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം അവർ കൂട്ടി ഇവർ കുറച്ചു എന്നുള്ള തരത്തിലുള്ള പരാതികളൊന്നുമില്ല. അങ്ങോട്ട് എത്ര കൊടുക്കുന്നോ ഇങ്ങോട്ട് തിരിച്ച് അതേപോലെ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ പല പ്രൊഡക്റ്റുകളുടെ മുകളിൽ ഇന്ത്യ നോർമലി വലിയ താരിഫാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതേ രീതിയിൽ അമേരിക്ക ഏർപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചേക്കാം. അതിന്റെ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് എന്നോളം ഫ്രൈഡേ ഒക്കെ നമ്മളുടെ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ ഇല്ലെങ്കിൽ ഫാർമ സെക്ടറിലൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മാർക്കറ്റിന് സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു മോഡി ട്രംപ് മീറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മുൻപോട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഇനി ട്രംപ് ഈ ഒരു ട്രേഡ് വാർ ഇല്ലെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള ട്രേഡ് വാർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. എങ്കിലും അതിനുള്ളൊരു പോസിബിലിറ്റീസ് ഉള്ള പല ന്യൂസുകൾ വരുമ്പം 2018 ഫസ്റ്റ് അമേരിക്ക ചൈന ട്രേഡ് വാർ വന്നിട്ടുള്ളത്. നമുക്കത് വിക്കിപീഡിയയിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് വാർ എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു ട്രേഡ് വാർ വന്നത് ജനുവരി 2018 അതായത് ട്രംപ് അധികാരത്തിലിരുന്ന സമയത്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് അധികാരത്തിലിരുന്ന സമയത്ത് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ട്രംപ് ട്വീറ്റ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര ന്യൂസസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ 2019 വന്നിട്ടുള്ള ഒരു ന്യൂസസ് ആണ്. ഇത് 2020 ട്രംപിന്റെ ട്വീറ്റിനെ തുറന്ന് വന്നിട്ടുള്ളതാണ്. ഇനി 2019 24 വന്നിട്ടുള്ളതാണ്. പിന്നെ ഇനി മുൻപ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2019 അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. 2008 വന്നിട്ടുണ്ട്. നിരവധി ന്യൂസസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ ട്രേഡ് ചെയ്തവർക്ക് അറിയാം, ട്രംപിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ ഒരു ട്വീറ്റ് ചെയ്യുക, അതിനെ തുടർന്ന് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇതേ ഒരു രീതി ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു വേറൊരു വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പം ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക, ചുരുക്കത്തിൽ പറഞ്ഞാൽ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചൈന US ട്രേഡ് വാറിനെ കുറിച്ചാണ്. 2018 ഈ ഒരു വന്നത്. 2018 ജനുവരിയിൽ വന്ന ആ ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഞാൻ 2018 പോന്നു. 2018 ഈ ഹൈ എന്ന് പറയുന്നത് 2018 ജനുവരിയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മളുടെ മാർക്കറ്റിൽ വാല്യുവേഷൻ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്താണ് ട്രംപ് ചൈന ട്രേഡ് വാറൊക്കെ വരുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഏകദേശം കൊറോണയുടെ അടക്കം 65% ഡിപ്പാണ് നമ്മളുടെ സ്മോൾ ക്യാപ് 100 ഇൻഡെക്സിൽ വന്നിട്ടുള്ളത്. ഇനി കൊറോണയെ ഞാൻ എടുത്തു കളയുവാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലോയിലോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 40% ആണ് ഹൈയിൽ നിന്ന് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു കറക്ഷൻ വരുന്നതിന് മുൻപേ എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് അപ്സൈഡ് പോയി? 126% ആണ് മാർക്കറ്റ് അപ്സൈഡ് പോയത്. അതായത് 126% സ്മോൾ ക്യാപ് ഇൻഡെക്സ് അപ്സൈഡ് പോയതിനു ശേഷം ഓൾമോസ്റ്റ് 40% ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തു. ഈ കൊറോണ ഞാൻ ഒഴിവാക്കുന്നു. സോ ഇവിടെ ഞാൻ 40% കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എത്രയാണ്? 40% ഹൈയിൽ നിന്ന് മാർക്കറ്റിൽ കറക്ഷൻ വന്നു. ഇനി നമ്മളുടെ മാർക്കറ്റ് ഇപ്പം എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ ലോയിൽ എടുത്തിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് അപ്സൈഡ് പോയിട്ടുള്ളത്? 125%, ഇല്ലെങ്കിൽ 126%. 2016 തൊട്ട് 18 വരെയുള്ള 2 വർഷക്കാലത്തെ റാലിയിൽ എത്രയാണ് മാർക്കറ്റ് അപ്സൈഡ് പോയത്? 126%. 2023 തൊട്ട് 25 വരെ ഇല്ലെങ്കിൽ 24 വരെയുള്ള ക്രാഷിൽ മാർക്കറ്റ് റാലിയിൽ എത്രയാണ് മാർക്കറ്റ് അപ്സൈഡ് പോയത്? 126%. സോ ഈ 126% മൂവിന് ശേഷം 40% ഇവിടെ നടന്നു. അത് എപ്പോഴാണ്? ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പം, ഇതേപോലെയുള്ള ട്രേഡ് വാറും ഗ്ലോബലി പല പ്രശ്നങ്ങളും നടക്കുമ്പം നമ്മളുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയി എന്ന് നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആയിരുന്ന ഒരു സമയത്ത് 40% കറക്റ്റ് ചെയ്തു. സോ ആ ഒരു 40% ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഞാൻ കറക്റ്റ് ചെയ്യുമെന്നല്ല, എൻ്റെ പല വീഡിയോയിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടം. പക്ഷേ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ ബുൾ മാർക്കറ്റിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ബിയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഈ ഒരു സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്തവനാണ് ഇവിടെ നിന്ന് വീണ്ടും ഉള്ള പുതിയ ജേണിയിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും വെൽത്ത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു ബുൾ റണ്ണിൽ ഉണ്ടായ പ്രോഫിറ്റ് ഈ ഒരു കറക്ഷനിൽ നഷ്ടപ്പെടുത്തിയവന് ഇവിടെ യാതൊരുവിധ ബെനിഫിറ്റ്സും ഇല്ല വീണ്ടും ഒരു ബുൾ റൺ വരുമ്പോൾ. അപ്പം നമ്മളുടെ മാർക്കറ്റിൽ ഒരു ബുൾ റൺ ഉണ്ടായിരുന്നു. ആ ഒരു ബുൾ റണ്ണിന് ശേഷം മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. ഞാനല്ല പറയുന്നത്, പല അനലിസ്റ്റുകളും പറയുന്നു. മാർക്കറ്റിലൊരു കറക്ഷനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നു. ഇതൊന്നും എൻ്റേതായിട്ടുള്ള പേഴ്സണലി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കാനോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് വീണില്ലേ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള തരത്തിൽ യാതൊരുവിധ ക്രെഡിറ്റ് എടുക്കാനും ഉദ്ദേശമില്ല. പകരം ഈ ഒരു ബുൾ മാർക്കറ്റിൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഈ ഒരു ബിയർ മാർക്കറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു ബിയർ മാർക്കറ്റിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മാത്രമാണ് വീഡിയോയിൽ പലപ്പോഴും ഞാൻ ഈ ഒരു കറക്ഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് വഴി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കറക്ഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രോഫിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നെക്സ്റ്റ് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും നമ്മളുടെ ഇക്വിറ്റിയും മാർക്കറ്റും മുകളിലോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ബുൾ റണ്ണിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്ഷനിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇവിടെ നിന്ന് ഇപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മളുടെ മാർക്കറ്റ് ഇപ്പോൾ എത്രയാണ്? സ്മോൾ ക്യാപ്പ് എത്ര പെർസെൻറ്റേജ് കറക്റ്റ് ചെയ്ത് നിൽക്കുവാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്മോൾ ക്യാപ്പ് ഈ ഒരു ഹൈയിൽ നിന്ന് 22% നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ ആവറേജ് 20% ഞാൻ എടുക്കുന്നു. സോ 20% മുകളിലൊക്കെ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മളതിനെ ബിയർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം ഈ ഒരു 20% കറക്റ്റ് ചെയ്ത് അവിടെ നിന്ന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. നിങ്ങളെപ്പോലെ ഞാനും പല മ്യൂച്വൽ ഫണ്ടുകളിലും ETF-ലും ഇൻവെസ്റ്റഡ് ആണ്. പക്ഷേ ഞാനൊരു 40% കറക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് കൂടിയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ നെഗറ്റീവ് പറയരുത് എന്ന് പറഞ്ഞ് പല കമൻസും കാണാറുണ്ട്. അതുകൊണ്ടാണ്
ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പം 2018 അമേരിക്ക ചൈന ഒരു ട്രേഡ് വാർ വന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഒരു 40% കറക്ഷൻ നമ്മൾ കണ്ടു. മാർക്കറ്റ് ഓൾറെഡി ആ ഒരു സമയത്ത് എന്താണ് ഓവർ വാല്യൂഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ആക്ച്വലി കൊറോണ കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 65% കറക്ഷൻ വന്നു. പക്ഷേ കൊറോണ കൂട്ടിയില്ലെങ്കിൽ 37-40% കറക്ഷൻ വന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു കറക്ഷൻ 2018 മുതൽ ഓക്കെ പോട്ടെ 2018 മുതൽ 2020 വരെ നിന്നു. ഓൾമോസ്റ്റ് 2018 ജനുവരി മുതൽ 2020 ജനുവരി വരെ നിന്നു. സോ എത്രയാണ് 2 ഇയറോളം മാർക്കറ്റ് സൈഡ് വേസിലോട്ട് പോയി, ഇല്ലെങ്കിൽ ഒരു കറക്ഷൻ സ്റ്റേജിലോട്ട് പോയി. സോ ഇവിടെ നിന്നും ഒരു 2 ഇയർ സൈഡ് വേസിലോട്ട് പോയാൽ, ഈവൻ 2021 തൊട്ട് 2023 വരെ നമ്മൾ കണ്ട കാഴ്ചയാണ്. സോ ഇവിടെ നിന്ന് വീണ്ടും ഒരു 1-1.5 വർഷം മാർക്കറ്റ് സൈഡ് വേസിലോട്ട് പോയാൽ അതിശയിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്താൻ സമയമായോ എന്നുള്ളത്. അതിനുള്ളിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, SIP ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4-5 വർഷക്കാലത്തെ ഒരു മിനിമം ഒരു 5 ഇയറെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം 1-2 വർഷം കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഫണ്ടിലോട്ട് ഇടരുത്. നിങ്ങൾ അസറ്റ് അലോക്കേഷനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പലതരത്തിലുള്ള അസറ്റിനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ അറിയണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പം വീഡിയോ മുഴുവൻ പോലും കാണാതെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന കാണാം. അങ്ങനെ പലതും പറയും. നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. SIP കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യണം. ഒരിക്കലും ഞാൻ SIP കണ്ടിന്യൂ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ SIP കണ്ടിന്യൂ ചെയ്യണം, നിർബന്ധമായിട്ട് SIP ചെയ്യണം. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ SIPനേക്കാൾ വലിയ ഒരു ടൂളും തന്നെ ഇല്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. പക്ഷേ അത് മനസ്സിലാക്കി ആർക്കൊക്കെയാണ്, ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള റിസ്ക്കാണ്. സോ നമുക്കൊരു കോമൺ ആയിട്ട് നിങ്ങൾ ഇതിൽ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കുക. സ്മോൾ ക്യാപ്പിലാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, അതോ വേറെ റിസ്ക് കുറഞ്ഞതിലാണോ, നിങ്ങൾക്ക് എത്ര നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഏജ് എത്രയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്ത് SIP ചെയ്യുക. അല്ലാതെ 25 വയസ്സുള്ള ഒരാൾ, അല്ലെങ്കിൽ ഞാൻ 30 വയസ്സുള്ള ഒരാൾ വന്നിരുന്ന് SIP ഇത് ചെയ്യാൻ പറയുന്നത് കണ്ടിട്ട് 60 വയസ്സുള്ള 55 വയസ്സുള്ള ഒരാൾക്ക് അത് സ്യൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അസറ്റ് അലോക്കേഷനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി SIP ചെയ്യുക. ഇനി 2018 ഒരു കറക്ഷൻ വന്നതിന് ശേഷം മാർക്കറ്റിൽ വളരെ വലിയൊരു ഡിപ്പാണ് നമ്മൾ കണ്ടത്. ഈ ഒരു ഡിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു കൊറോണ ക്രാഷ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഈ ഒരു ഡിപ്പ് പല ആൾക്കാർക്കും ജീവിതത്തിൽ മിസ്സായി പോയി എന്ന് റിഗ്രറ്റ് ചെയ്യുന്നവരാണ്, അല്ലേ? പഴയ ഇൻവെസ്റ്റേഴ്സ് ആയാലും പുതിയതായിട്ട് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം വന്നവരാണെങ്കിലും കൊറോണ സമയത്ത് ഞാൻ മാർക്കറ്റിൽ ഇല്ലാതായി പോയല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്യുന്നവരാണ് പല ആൾക്കാരും. അതുകൊണ്ട് ആ റിഗ്രറ്റ് മാറ്റി വെച്ച് ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം എപ്പോഴും ഇതേപോലെയുള്ളൊരു കറക്ഷനോ ഡിപ്പോ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഓൾറെഡി കൊറോണയുടെ സമയത്ത് നമ്മൾ വലിയൊരു ഡിപ്പ് കണ്ടു. 2021-22 കാലഘട്ടത്തിലും നമുക്കെന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ വളരെ വലിയ കൊറോണയുടെ ഡിപ്പിന് ശേഷം ഈ ഒരു ബോട്ടത്തിൽ നിന്ന് ഒരു 270% ഹൈ, ബോട്ടത്തിൽ നിന്ന് ഹൈലോട്ട് നോക്കുമ്പം 270% ഇൻഡെക്സ് മൂവ് ചെയ്തിട്ടുള്ള ഒരു കറക്ഷൻ ആയിരുന്നു. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു കറക്ഷനൊന്നും ആയിരുന്നില്ല ഹൈയിൽ നിന്ന്. ജസ്റ്റ് 30% ഇവിടെ വന്നു. പക്ഷെ എന്തോ അന്ന് പേടി കുടുങ്ങി പല ആൾക്കാരും, ഈവൻ പേഴ്സണലി ഞാനും വലിയ രീതിയിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം 126% റാലി നടത്തി. സോ എഗെയിൻ മാർക്കറ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണ്. കൊറോണ കാലത്ത് ഉപയോഗിക്കാൻ പറ്റാത്തവരും 2021-22 കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ഈ ഒരു ഡിപ്പ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ അർത്ഥം മുഴുവൻ പൈസ കൊണ്ടുപോയി ഇവിടെ ഇടണം എന്നല്ല. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരു 20% ആയുള്ളൂ. 30 or 40-50% വരെ കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ ഫണ്ട് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ മൊത്തം എടുത്ത് ഒറ്റ ഇതിൽ ഇടരുത്. പിന്നെ പല ആൾക്കാരും മാർക്കറ്റ് കറക്ഷനെ കുറിച്ച് പറയുമ്പം എന്നോട് പറയുന്ന കാര്യമാണ്, ഇവിടെ കൊറോണ ക്രാഷ് വന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, കൊറോണയുടെ കറക്ഷൻ വന്നിട്ട് നമ്മളെ ബാധിച്ചില്ല, പിന്നെ ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ ക്രാഷ് ഇതുവരെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു ഇതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. വളരെ ഈസി ആയിട്ടുള്ള ഹൈയിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓൾമോസ്റ്റ് 47% വീണു. ഈ 47% കറക്ഷൻ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഈ 50% കറക്ഷൻ ആയിരിക്കും ലോകത്തിലെ ഏത് മാർക്കറ്റിലെയും ഏറ്റവും ഈസി ആയിട്ടുള്ള കറക്ഷൻ. കാരണം ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. വന്നു, അങ്ങനെ തന്നെ വീണു. നമുക്കൊരു സെക്കൻഡ് തോട്ട് പ്രോസസ്സ് വരുന്നില്ല. മാർക്കറ്റ് ബോട്ട് ഔട്ട് ആയോ, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സലാണോ എന്നൊന്നും നമുക്കെന്താണ്, കാരണം കണ്ടിന്യൂസ് ഫാളാണ്. വൺസ് ഇവിടെ വന്നപ്പോഴായിരിക്കും ഓക്കെ സപ്പോർട്ട് എടുത്തോ, മാർക്കറ്റിൻ്റെ ഫാൾ നിന്നോ എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നതും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതും. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ആർക്കും ഒരു പണിയും കിട്ടിയില്ല. പക്ഷെ 18 കാലഘട്ടത്തിൽ ഈ സമയത്ത് ട്രേഡ് ചെയ്തവർക്കറിയാം എങ്ങനെയൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഈ ഒരു വീഴ്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ റിവേഴ്സലാണെന്ന് വിചാരിച്ച് എൻട്രി എടുക്കും. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വന്ന് പണി തരും. ഇവിടെ നിന്ന് ഓക്കെ സപ്പോർട്ട് എടുത്തു എന്ന് വിചാരിച്ച് ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കും. മാർക്കറ്റ് കയറും, വീണ്ടും വീഴും. സോ ഫൈനലി ഇത്രയും വീണതല്ലേ, ഇനി വീഴില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കും. അതിനുശേഷം അത് സൈഡ് വേസിലോട്ട് പോയി ഇവിടെ വരും. വീണ്ടും നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കും. ഓക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കി മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും വീഴും. സോ ഇത്രയും വേസ്റ്റായിട്ട് എക്സ്പീരിയൻസ് തന്നിട്ടില്ല, ഇല്ലെങ്കിൽ എല്ലാ ട്രേഡേഴ്സിനെയും ട്രാപ്പ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റ് ഫാളായിരുന്നു 2018 സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വന്നിട്ടുള്ളത്. അപ്പം കൊറോണ ക്രാഷ് ഇതുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇല്ലെങ്കിൽ ഇനി 2018 ആവർത്തിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് കൊറോണ പോലത്തെ ക്രാഷ് ആയിരിക്കില്ല. മീൻസ് ഇൻ ടേം ഓഫ് പെർസെൻറ്റേജ് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മളെ നല്ല രീതിയിൽ ട്രാപ്പ് ചെയ്യും. നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. ഈ മാർക്കറ്റ് കറക്ഷനിൽ തന്നെ പെട്ടുപോയ ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് മേടിച്ചവരുണ്ട്, ഇവിടുന്ന് മേടിച്ചവരുണ്ട്, ഇവിടുന്ന് മേടിച്ചവരുണ്ട്, ഇവിടുന്ന് ഇനി ഇതാണ് ഡിപ്പെന്നും പറഞ്ഞ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്. സോ മാർക്കറ്റ് വളരെ എന്താ പറയുക ട്രിക്കി ആയിരിക്കും. മാർക്കറ്റ് എപ്പോഴും തുടക്കക്കാരെ എപ്പോഴും പുറത്താക്കിക്കൊണ്ടേയിരിക്കും. അതാണ് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഒരു രീതി അങ്ങനെയാണ്. അപ്പം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ബുൾ റണ്ണാണ്. ഒത്തിരി ആൾക്കാർ ഇതിലോട്ട് ചാടി കയറി വന്നിട്ടുണ്ട് 2022 2023 സോ അങ്ങനെയുള്ള ബിഗിനേഴ്സിനെ പുറത്താക്കാൻ മാർക്കറ്റ്, അതിനുവേണ്ടി മാർക്കറ്റ് വീഴുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കറക്ഷനിൽ അങ്ങനെയുള്ള ബിഗിനേഴ്സൊക്കെ പുറത്താവും. അങ്ങനെയാണല്ലോ എപ്പോഴും. അപ്പം അങ്ങനെ നിങ്ങൾ പുറത്താകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. വളരെ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൽ വളരെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ലോങ് ടൈം പർപ്പസോട് കൂടിയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മോൾ ക്യാപ്പിലേക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട് പോലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോട്ട് പോവുക. ഇതൊക്കെ നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റ് കറക്ഷനിൽ ക്യാഷിലിരിക്കുന്നതും വലിയൊരു കഴിവാണ്. ഒരു ട്രേഡും എടുക്കാതെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നതും വലിയൊരു കഴിവാണ്. അത് വലിയൊരു പൊസിഷനാണ്, അല്ലെങ്കിൽ അതും ഒരു പ്രോഫിറ്റബിൾ ട്രേഡാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മാർക്കറ്റ് കറക്ഷനിൽ ട്രേഡ് ഒന്നും എടുക്കാതിരിക്കുന്നതും വളരെ വലിയൊരു സ്കില്ലാണ്. ഓക്കെ, സോ അത് ഓർക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഓക്കെ, മാർക്കറ്റ് കറക്ഷനിൽ സ്വിങ് പറ്റത്തില്ല, അപ്പം ഇനി എന്താ പറ്റുക, എന്നാൽ പിന്നെ ഇൻട്രാഡേ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അറിയത്തില്ലാത്ത പണിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ നിഫ്റ്റീൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം നിഫ്റ്റിക്ക് ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണാണ് ഈ ഒരു 22,700 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 22,700 ഇവിടെ ഞാൻ ഇതൊരു പഴയ റെസിസ്റ്റൻസ് ആയിരുന്നല്ലേ, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ ഇലക്ഷന് ശേഷം മുകളിലോട്ട് പോയിട്ടുള്ളത്. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം കറക്ഷൻ വന്ന സമയത്തും ഇവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈം ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ബട്ട് ട്രെൻഡ് വീക്കാണ്. മേ ബി ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 22,400 വരെയൊക്കെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 22,400 എന്ന് പറയുന്ന ലെവൽ പറയാൻ വേറെ മാജിക് ഒന്നുമില്ല. മന്ത്ലി ടൈം ഫ്രെയിമിലെ നമ്മളുടെ 20 മൂവിങ് ആവറേജിൻ്റെ ഏരിയ ആണ് ഈ ഒരു നമ്മളുടെ ഓക്കെ, നമ്മളുടെ മന്ത്ലി ടൈം ഫ്രെയിമിലെ 20 മൂവിങ് ആവറേജിൻ്റെ ലെവലാണ് 22 ഈ ഒരു 400 എന്ന് പറയുന്നത്. സോ ആ ഒരു സോണ് വരെയാണ് ഞാനിവിടെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയാൽ ഈ ഒരു 22,700 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 22,400 വരെയാണ്. നിഫ്റ്റി ആണ് നിലവിൽ നമ്മളുടെ വാല്യുവേഷൻ കുറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മോൾ ക്യാപ്പിനെ കുറിച്ച് നമ്മൾ വാർണിംഗ് തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50യുടെ ഞാൻ പി റേഷ്യോ എടുക്കുന്നു. നിഫ്റ്റി 50യുടെ പി റേഷ്യോ എടുത്തിട്ട് ഞാനിവിടെ 3 ഇയർ പി റേഷ്യോ എടുക്കുമ്പം ഇവിടെ ഒരു സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്ന കാണാൻ പറ്റും, ഒരു ഡോട്ടഡ് ലൈൻ. ഇതാണ്
മീഡിയൻ ഇൻഡെക്സ് പി എന്ന് പറയുന്നത്. സോ ഒരു 3 ഇയറിൻ്റെ ഒരു മീഡിയം ആവറേജ് ഇൻഡെക്സ് പി എന്ന് പറയുന്നത് എത്രയാണ്? 20. ഓക്കെ, സോ മീഡിയൻ ഇൻഡെക്സ് പി എന്ന് പറയുന്നത് എത്രയാണ്? 21.9 ആണ്. ഓക്കെ, നിഫ്റ്റി എത്രയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്? 20.4 സോ മീഡിയൻ പിന്നേക്കാൾ എത്രയാണ്? താഴെയാണ് നമ്മളുടെ ഇൻഡെക്സ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർ വാല്യൂഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 5 ഇയർ ടൈംസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മീഡിയൻ വെച്ച് നോക്കുമ്പം താഴെയാണുള്ളത്. അപ്പോൾ എന്താണ്? വാല്യുവേഷൻ കുറഞ്ഞ് നിൽക്കുവാണ് നിഫ്റ്റി എന്ന് നമുക്ക് പറയാം. സെയിം ടൈം ഞാനിവിടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് 100 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് 100ൻ്റെ പി റേഷ്യോയിലോട്ട് വരുമ്പം ഞാനിവിടെ 3 ഇയർ എടുക്കുമ്പോൾ എന്താണ്? മീഡിയൻ എത്രയാണ്? 24. ഇൻഡെക്സ് പി ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത്? 33. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഓവർ വാല്യൂഡ് ആണ്. അപ്പം ഇനി നമ്മൾ 3 ഇയറിന് പകരം 5 ഇയറിലോട്ട് വരുമ്പോൾ എന്താണ്? 5 ഇയറിലോട്ട് വരുമ്പോഴും മീഡിയൻ എത്രയാണ്? 25. ഇൻഡെക്സ് പി എത്രയാണ്? 33. അതിൻ്റെ അർത്ഥം എന്താണ്? ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കെന്താണ്? 21, 22, 23 കാലഘട്ടങ്ങളിൽ എന്താണ് മീഡിയൻ ആയിട്ടുള്ള ഈ ഒരു മീഡിയം പി എത്രയാണ്? 25. ഈ 25ൻ്റെ താഴെ ഈ ഒരു ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണെന്നുള്ളതാണ്. സോ ആ ഒരു സമയത്ത് ആരും എൻട്രി എടുത്തിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞാൽ 21, 22 നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം മീഡിയം പിൻ്റെ താഴെയാണ് പി ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ്. സോ അണ്ടർ വാല്യൂഡ് ആയിരിക്കുമ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുകയും അതിനുശേഷം ഓവർ വാല്യൂഡ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അതിൽ നിന്ന് മാറാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ സ്മോൾ ക്യാപ്പ് എന്താ പറയുക 3 ഇയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ് ഇപ്പം നിലവിൽ 3 ഇയറിൽ. ഓക്കെ, പി റേഷ്യോ 3 ഇയറിൽ നമ്മൾ നോക്കുമ്പം 3 ഇയറിൽ സ്റ്റിൽ ഹൈ ആണ്. 3 ഇയറിൽ 25 ആവറേജ്. ഇപ്പോഴും 20%, അതായത് സ്മോൾ ക്യാപ്പ് 20% കറക്റ്റ് ചെയ്തിട്ടും ഇപ്പോഴും ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് പി റേഷ്യോ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് മീഡിയം പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ 5 ഇയറിൽ നോക്കുമ്പം എന്താണ്? മീഡിയം പി വരുന്നത് 28. ഇൻഡെക്സ് പി 26. സ്റ്റിൽ എന്താണ്? വാല്യുവേഷൻ കുഴപ്പമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ 3 ഇയറിൽ എന്താണ്? നമുക്ക് ഹൈ ആണ് കാണിക്കുന്നത്. ഈ ഒരു 22 കാലഘട്ടത്തിൽ നോക്കിയാൽ 22 കാലഘട്ടത്തിൽ ഏകദേശം 24 മീഡിയം പി ഉള്ളിടത്ത് ഇത് 15ലോട്ടും 16ലോട്ടും പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ അണ്ടർ വാല്യൂഡ് ആയിരുന്നു ഈ ഒരു 21, 22, 23 കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 23ക്ക് ശേഷമുള്ള 24 കാലഘട്ടത്തിലെ ആ ഒരു റാലി നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള CNX എന്താണ് സ്മോൾ ക്യാപ്പ് 100ൽ നമ്മൾ കണ്ടിട്ടുള്ള സ്മോൾ ക്യാപ്പ് 100ൽ നമ്മൾ നേരത്തെ കണ്ട എന്താണ് ആ ഒരു 120% റാലി അല്ലേ? ആ ഒരു 126% റാലി വീക്ക്ലി ചാർട്ടിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു 126% റാലി നമുക്ക് ക്യാച്ച് ചെയ്യായിരുന്നു. ഈ ഒരു 2022, 21, 22, 23 കാലഘട്ടത്തിൽ ഇവിടെ ഈ സ്മോൾ ക്യാപ്പിൻ്റെ വാല്യുവേഷൻ വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു റാലി എടുക്കായിരുന്നു. സോ ഇവിടെ എന്താണ് ഇപ്പം നിലവിൽ വാല്യുവേഷൻ കുറഞ്ഞു വരുന്നുണ്ട് 20% കറക്റ്റ് ചെയ്തപ്പം. സോ ഇനിയും ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ട് പോവാം. ഇവിടെ നിന്ന് കണ്ടില്ലേ മീഡിയം പിയിൽ നിന്ന് എത്ര താഴോട്ട് ഇത് പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പം ഇവിടെ മീഡിയം പിയിൽ നിന്ന് ഇനിയും താഴോട്ട് പോകുമ്പം മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷൻ വന്നേക്കാം. ആ ഒരു കറക്ഷൻ വരുമ്പം ഈ ഒരു പി റേഷ്യോ ഒക്കെ വെച്ചുകൊണ്ട് വാല്യുവേഷൻ കുറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വളരെ വലിയൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത റാലിയിൽ. അതുകൊണ്ട് ആ ഒരു റാലി മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ SIP ആയിട്ടോ എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ മാർക്കറ്റ് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകാനുള്ളതാണ്. അത് എന്ന് എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി താഴോട്ട് എത്ര വരെ വരും എന്നുള്ളത് മാത്രമാണ്, ഈ 2 ചോദ്യം മാത്രമേ ഉള്ളൂ. എന്ന് എത്ര വരെ വീഴാം, ഇത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കും ഡൗട്ടില്ല, നിങ്ങൾക്കും ഡൗട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷനൊക്കെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. പക്ഷേ ഓരോ ആൾക്കാരും അവരവരുടെ റിസ്ക് മനസ്സിലാക്കി അവരവരുടെ ഗോൾ മനസ്സിലാക്കി അതിനനുസരിച്ച് റിസ്ക് എടുക്കുക. ഒരാൾക്ക് സ്മോൾ ക്യാപ്പിൽ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതിൻ്റെ പുറകെ പോകണമെന്നില്ല. ചിലപ്പോൾ ഒരാൾക്ക് 50% ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും
അത് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരിലോട്ട് കൂടി ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.